ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്കെത്തൂ. ഇന്നത്തെ വീഡിയോ ഒരു അവിയൽ വയ്ക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 3 കായ എടുത്തിട്ടുണ്ട്, ഒരു സവാള, പിന്നെ ചക്കക്കുരു, അതിൻ്റെ കൂടെ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവും പച്ചമുളകും നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് വേവിക്കാം. പച്ചക്കറി വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. ഇത് അവിയൽ പിന്നെ കായും ചക്കക്കുരും കൂടെ ഇട്ടുള്ള അവിയലാണ്. ഉരുള ഇടുന്നില്ല. ഇത് രണ്ടും കൂടെ വെച്ചുള്ള അവിയലാണ് വയ്ക്കുന്നത്. ഇപ്പം ചക്കക്കുരുവും പച്ചമുളകും വേവിച്ചെടുത്തിട്ടുണ്ട്, അതിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കായും സവാളയും കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇനി വെള്ളം ഇപ്പോഴൊന്നും ചേർക്കരുത്. വെള്ളം ചേർത്താൽ വെള്ളം നമ്മൾ അരയ്ക്കുന്ന വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്ക് തോനെയായിപ്പോവും. അതുകൊണ്ട് വെള്ളം ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് വറുത്ത് ഇടണ്ട, വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ വീട്ടിയിട്ട് നമുക്ക് മിനിറ്റും കൂടെ ഒന്ന് ആവി കിടന്നൊന്ന് വാടി വരട്ട് വന്നതിന് ശേഷമേ അരപ്പിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്, അവിയലിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ തൈര് ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടാനാണ്. തൈരാണ് ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്, തൈരാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റാണല്ലോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വീഴ്ത്തി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് ചക്കക്കുരു ഒന്ന് വാടി വന്നപ്പോൾ തന്നെ ഞാൻ വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുത്ത്. അപ്പം ആ വെളിച്ചെണ്ണയുടെ മണം അതിൽ നല്ലതുപോലെ ഇറങ്ങും. അതാണ് ആദ്യമേ വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുത്തത്. നിങ്ങൾ ഇത് അവിയൽ വീട്ടിലെന്നും ഉണ്ടാക്കുന്നത് എന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം. നമ്മൾ പച്ചക്കറി എല്ലാം ഇട്ടുമില്ലേ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചക്കക്കുരുവും കായും സവാളയും മാത്രമാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നമ്മൾ പച്ചക്കറി എല്ലാം ഇട്ട് വെച്ചാലും നമുക്ക് തൈര് ചേർത്ത് അവിയൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തല്ല, ഇനി ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കാം. ഒരുപാട് പ്രാവശ്യം ഇട്ട് ഇളക്കരുത്, ഇളയ്ക്കുക പൊടിഞ്ഞു പോവും. പെട്ടെന്ന് വേവുന്നതല്ലേ, അതുകൊണ്ട് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഈ തേങ്ങയുടെ കൂടെ കരിവേപ്പില ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ ഇടാത്തത്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ തൈരാണ് ടേസ്റ്റ് കൂട്ടുന്നത്, തൈരാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതാണിപ്പോൾ ചെയ്തത്. നിങ്ങളെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ അവിയലെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് തന്നെയെന്നറിയാം, എന്നാലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വന്നിട്ട് ചെറിയ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി തീ കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണുമ്പോഴേയും അസ്സലാമു അലൈക്കും.